ഇന്നലെ ഞാനേ ഒരു കവിതയൊക്കെ പാടി 2 വരി കവിത പാടി തെറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടാണ്. അപ്പോൾ അത് കണ്ടിട്ട് എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടും പറഞ്ഞു, നീ കവിതയൊക്കെ പാടി വീഡിയോ ഒക്കെ ചെയ്തില്ല, നിനക്ക് നല്ല ധൈര്യം വന്നല്ല, ഇതെങ്ങനെ കിട്ടി നിനക്ക് ഈ ധൈര്യം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ മനസ്സിൽ നമ്മൾ ഈ അതിൻ്റെ ഇപ്പം നമുക്ക് എപ്പോഴാണ് ആ ധൈര്യം വന്നേന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതെപ്പോൾ നമുക്കുണ്ട്, ആ ധൈര്യമുണ്ട്, നമുക്ക് പക്ഷേ സംശയമാണ്. അപ്പം ഞാൻ പറഞ്ഞു, അതൊരു സമയമാകുമ്പോൾ നമുക്ക് എല്ലാ ധൈര്യവും കിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ സമയമൊന്നുമില്ല കേട്ടോ. അത് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്കത് മനസ്സിലാക്കാൻ ഞാൻ താമസിച്ചതാണ്. ഒരു ധൈര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സംശയമാണ്, എനിക്കത് പറ്റുമോ എന്നുള്ളൊരു സംശയമാണ് നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളൊന്നും സംശയിക്കാണ്ട് നമ്മുടെ വിശ്വാസം നമ്മൾ ഇത് ചെയ്താൽ മതി, വിശ്വസിച്ചാൽ മതി, എന്നെക്കൊണ്ടത് പറ്റും എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി, ബാക്കിയെല്ലാം നമ്മുടെ കൂടെ പോരും. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ഈ യൂട്യൂബ് തുടങ്ങാനായിട്ടുള്ള ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച് നമുക്ക് പ്രമോഷൻ ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് എല്ലാത്തിനും സാമ്പത്തികം വളരെ ഒരു അടിസ്ഥാനപരമായൊരു കാര്യം തന്നെയാണ്. അതില്ലെങ്കിൽ നമുക്കൊന്നും പറ്റില്ല. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നൊരു അവസരമാണ്, സാധാരണക്കാർക്ക് കിട്ടിയിരിക്കുന്നൊരു അവസരമാണ് യൂട്യൂബ്. അപ്പോൾ അത് നമ്മൾ വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുക, അല്ലേ? എല്ലാത്തിനും ഉണ്ട് നല്ലതും ചീത്തയും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സന്തോഷം തരുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന രീതിയിൽ നമ്മളത് ചെയ്യുക. അതിന് നമ്മൾ സംശയിച്ച് നിന്നിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു, സംശയത്തിന് പകരം വിശ്വാസം തിരഞ്ഞെടുത്താൽ മതിയെന്ന്. അപ്പോൾ എന്നോട് നീ ഇങ്ങനെ സംസാരിക്കണമെന്ന്. സംസാരിച്ച് പോകും, അതാണ് നമ്മുടെ ജീവിതം, അല്ലേ? ഓക്കേ.